ഇന്ന് മുതൽ ഒരു 20 അല്ലെങ്കിൽ ഒരു 30 ഡേയ്സിലേക്ക് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചും കൂടി ഒന്ന് എങ്ങനെ ഫ്ലുവൻ്റ് ആക്കാം എന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. അതായത് നമ്മൾ ഗ്രാമർ എല്ലാം പഠിച്ചു. നമുക്ക് ഗ്രാമർ പറയുമ്പോൾ ആ രീതിയിലൊക്കെ സെൻറ്റൻസ് മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കാനും നമ്മളെ കൊണ്ട് പറ്റും. പക്ഷേ നിങ്ങൾ സംസാരിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ സംസാരിച്ച് പഠിക്കുന്നില്ല. അത് തന്നെയാണ് കാരണം. ഗ്രാമറൊക്കെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടേ ഉള്ളൂ. സംസാരിച്ച് നിങ്ങൾ പഠിക്കുക തന്നെ വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓർത്തിരിക്കാൻ നമ്മുടെ ഇംഗ്ലീഷ് ഒന്ന് ഈ വാക്ക് ഉപയോഗിച്ചാൽ ഈ അർത്ഥത്തിലോട്ട് എത്തും എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് വാക്കുകൾ എന്തെന്ന് അതിന് പറയാം, കുറച്ച് ഈസി ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇന്നത്തേത് നമ്മുടെ എബൌട്ട് ടു ആണ്. എബൌട്ട് ടു. അപ്പം ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കും, ഈ എബൌട്ട് ടു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണെന്നോ എങ്ങനെയാണെന്നോ ഒക്കെ മാറ്റി വെക്കാം. എബൌട്ട് ടു കഴിഞ്ഞാൽ വേർബ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഫോമിലാണ്. കാരണം ടു വന്നു. ഇനി നമുക്ക് വേറെ ഒരു ഫോമിലും ചേർക്കാൻ പറ്റത്തില്ല. ഏത് ടെൻസിലാണെങ്കിലും എവിടെയാണെങ്കിലും ടു വന്നു. വേർബ് ഫസ്റ്റ് ഫോമിൽ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി എന്തിനാണ് നമ്മൾ എബൌട്ട് ടു ചേർക്കുന്നത് എന്നുള്ളത്, നമ്മൾ ചില കാര്യങ്ങൾ ഈ നിമിഷം, അതായത് ഇപ്പം ഞാൻ സെൻറ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോകുവാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിലോട്ട് ഞാൻ പോകാൻ തുടങ്ങുകയാണ്. ഡ്രസ്സെല്ലാം മാറി വണ്ടി എടുക്കേണ്ട താമസമേ ഉള്ളൂ, പോകാൻ തുടങ്ങുകയാണ്. ചില പിള്ളേരെ കൊച്ച് കരയാൻ തുടങ്ങുകയാണ്. ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഇത് ഇപ്പം തുടങ്ങും. എല്ലാവരും റെഡിയാണ്, പിന്നെ സിസ്റ്റം ശരിയാണ്, ടീച്ചേഴ്സ് റെഡിയാണ്, ക്ലാസ് തുടങ്ങാൻ പോകുവാണ്. അപ്പോൾ ഈ അടുത്ത നിമിഷം, നമ്മൾ ഈ പറയുന്ന ആ നിമിഷത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ. ഇപ്പം നമ്മൾ ഭക്ഷണം എടുത്ത് വെച്ച് കൈ ഭക്ഷണത്തിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ആരെങ്കിലും ഫോൺ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, ഓ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. അപ്പോൾ ആ ഒരു നിമിഷത്താണ് ഇത് സംഭവിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എബൌട്ട് ടു ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളതാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ടെൻസ് ഒന്നും ഇനി അന്വേഷിച്ച് പോകേണ്ട, എബൌട്ട് ടു. അപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ പറയാണ്, ഇന്ന് ഇതെങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിളൊക്കെ തന്നതിന് ശേഷം നിങ്ങൾ ഇന്ന് തന്നെ ഒരുപാട് സെൻറ്റൻസ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, സംസാരിക്കണം. ഇനി സ്ട്രക്ചർ എന്താണ് എന്നുള്ളത്, എബൌട്ട് ടുവിൻ്റെ മുമ്പിൽ നമുക്ക് ഈസ്, ആം, ആർ, അതുപോലെ വാസവർ. ഞാൻ പോകാനിരിക്കുകയായിരുന്നു എന്ന് പറയാൻ നമ്മൾ വാസവർ, പോകാനിരിക്കുകയാണ് എന്ന് പറയാൻ ഈസ്, ആം, ആർ, എബൌട്ട് ടു വേർബിൻ്റെ ഫസ്റ്റ് വേർബ്. അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? എബൌട്ട് ടു കഴിഞ്ഞാൽ വേർബ് ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ മറന്നു പോലെ. ഇപ്പം നമ്മൾ പറയണം, ഒരു കൊച്ചിനെ കണ്ടിട്ട് നമ്മൾ പറയണം, അവള് കരയാൻ തുടങ്ങുവാണ്, അല്ലെ? നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കണ്ട് കരഞ്ഞിട്ടില്ല, പക്ഷെ ആ ഒരു സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങി. അവൾ കരയാൻ പോകുവാണ് അല്ലെങ്കിൽ കരയാൻ തുടങ്ങുവാണ്. അപ്പം നമ്മൾ എങ്ങനെ പറയാൻ? തുടങ്ങുവാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എങ്ങനെ പറയും? ഷീ ഈസ് വേണം, അല്ലെ? തുടങ്ങുകയാണ്, കരയാൻ പോകുവാണ്, ഈസ് വേണം. ഷീ ഈസ് എബൌട്ട് ടു ക്രൈ. ഷീ ഈസ് എബൌട്ട് ടു ക്രൈ. അതിൽ തന്നെ ഞാൻ പറയാണ്, അവൾ കരയാൻ തുടങ്ങുമായിരുന്നു. ഷീ വാസ് എബൌട്ട് ടു ക്രൈ. ഷീ വാസ് എബൌട്ട് ടു ക്രൈ. അവര് ക്ലാസ് തുടങ്ങാൻ പോവാണ്. അവർ ക്ലാസ് തുടങ്ങുവാണ്, അല്ലെ? ക്ലാസ് തുടങ്ങാൻ പോവാണ്. They are about to start class. They are about to start class. ഇനി ഞാൻ പറയാണ്, അവർ ക്ലാസ് തുടങ്ങാൻ പോകുമായിരുന്നു. They were about to start class. ഞാൻ പോകാൻ പോവാണ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ പോകാൻ തുടങ്ങുവാണ് എന്നാണ് അർത്ഥം. I am about to leave. I am about to, പോകാൻ പോവുകയാണ്. ഓഫീസിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഒരു ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുവാണ്. വി ആർ എബൌട്ട് ടു ഈറ്റ്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമായിരുന്നു. വി വെയർ എബൌട്ട് ടു ഈറ്റ്. ഇത് നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന സെൻറ്റൻസുകളാണ്, അല്ലേ? അപ്പോൾ
ഇനി നമ്മളിത് പറഞ്ഞു പാസ്റ്റിൽ തുടങ്ങുവാണ് എന്ന് പറയാൻ ഈസാമാർ എബൌട്ട് ടു വേർബ് ഫസ്റ്റ്, തുടങ്ങുകയായിരുന്നു എന്ന് പറയാൻ വാസ് വേർ എബൌട്ട് ടു വേർബ് ഫസ്റ്റ്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ ആക്കണ്ടേ? അപ്പൊ എങ്ങനെയാക്കാം? അപ്പൊ എന്താ ഒന്നുമില്ല, ഈ ഈസ് ആം ആർ അല്ലെങ്കിൽ വാസ് വേർ ആദ്യം കൊടുക്കുക, സബ്ജക്റ്റ് എബൌട്ട് ടു. അപ്പോൾ അവള് കരയാൻ തുടങ്ങുമായിരുന്നോന്നാണേ, ക്രൈ ആണ്, എബൌട്ട് ടു ആണ്. ആയിരുന്നോ, അവൾ. വാസ് ഷീ എബൌട്ട് ടു ക്രൈ, വാസ് ഷീ എബൌട്ട് ടു ക്രൈ. അല്ലെന്നേ, അവൾ കരയാനൊന്നും തുടങ്ങുമായിരുന്നില്ല. അപ്പൊ എങ്ങനെ പറയും? ആയിരുന്നില്ല. ഷീ വാസിൻറ്റ് എബൌട്ട് ടു ക്രൈ. ക്ലിയർ ആയല്ലോ? അവിടെ നമ്മൾ ഇത്ര മാത്രം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ. എബൌട്ട് ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അടുത്ത നിമിഷം തുടങ്ങുവാണ് എന്ന് പറയാൻ നമ്മൾ എബൌട്ട് ടു ഉപയോഗിക്കുന്നു. അത് ടെൻസ് അനുസരിച്ച് ഈസാ മാറി ചേർത്താൽ തുടങ്ങുകയാണ് എന്നായി, വാസ വേറ് കൊടുത്താൽ തുടങ്ങുകയായിരുന്നു എന്നായി. അപ്പൊ ഈ കാര്യങ്ങളാണ് ഈസാമാറും വാസം വേറുമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്കറിയാം അത് ക്വസ്റ്റ്യൻ ആക്കാൻ അവരെ ആദ്യം കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, എബൌട്ട് ടു കൊടുക്കുക, വേർബ് കൊടുക്കുക. പിന്നെ ഒരു വലിയ സെന്റൻസ് ഞാൻ പറയാം. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, അപ്പോഴേക്കും നീ ഇങ്ങോട്ട് വന്നു. നമ്മൾ പറയില്ലേ, ഞാൻ അങ്ങോട്ടേക്ക് വരാനിരിക്കുകയായിരുന്നു, അപ്പോഴേക്കും നീ ഇങ്ങോട്ട് വന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഞാൻ വരാനിരിക്കുകയായിരുന്നു, അപ്പോഴേക്കും നീ ഇങ്ങോട്ട് വന്നു. വരാനിരിക്കുകയായിരുന്നു, ഐ വാസ് എബൌട്ട് ടു കം there when, അപ്പോഴേക്കും you came here. അല്ലെങ്കിൽ അവിടെ ബട്ട് ഉപയോഗിക്കാം, പക്ഷെ നീ ഇങ്ങോട്ട് വന്നു, ബട്ട് you came here. I was about to come there. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, അപ്പോഴേക്കും അല്ലെങ്കിൽ ബട്ട് എന്താ ഉപയോഗിച്ചു, you came here. നീ ഇങ്ങോട്ട് വന്നു. ഇനി ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയാണ്, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ പറയും അല്ലേ, നിന്നെ വിളിക്കാനിരിക്കുകയാണ്. ഐ ആം എബൌട്ട് ടു കോൾ യു. നിന്നെ വിളിക്കാനിരിക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ്. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ജസ്റ്റ് വെയിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യ്. അവള് പോകാനിരിക്കുകയായിരുന്നു, അപ്പോഴേക്കും മഴ പെയ്തു. പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാം അങ്ങോട്ട് പറഞ്ഞു തന്നാൽ ശരിയാകത്തില്ലല്ലോ. പോകാനിരിക്കുകയായിരുന്നു, അപ്പോഴേക്കും മഴ പെയ്തു. അപ്പൊ നിങ്ങൾക്ക് എബൌട്ട് ടു ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, പക്ഷെ ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് ഒരു കുറഞ്ഞതൊരു 50 സെന്റൻസ് എങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഞാൻ തന്ന ഈ സെന്റൻസ് നമ്മുടെ കമന്റ് ബോക്സ് ചെയ്യുക. കൂടാതെ നിങ്ങൾ കുറേ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കുക എബൌട്ട് ടു ഉപയോഗിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ കുറച്ച് ഒരു സെന്റൻസ് പാറ്റേൺ നിങ്ങൾക്ക് തരും. നിങ്ങൾ അതൊന്ന് കേട്ട് ഇനി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മുടെ ഒന്നാമത്തെ പാറ്റേൺ ആണ്. എന്താണ്? എബൌട്ട് ടു. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു. എന്ത് വന്നു? ഗെറ്റിംഗ് എന്താണ്, ഗോയിങ് എന്താണ് എന്നൊക്കെയുള്ളത് അല്ലേ. നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഗ്രാമർ പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നവരെ ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. കാരണം ഗ്രാമർ എല്ലാം അറിയാം. ഞാൻ വീണ്ടും പറയാണ്, എന്നിട്ട് സംസാരിക്കാൻ പറ്റാത്തത് സംസാരിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാം കേട്ടോ. പേഴ്സണൽ ക്ലാസ് ആണ്, ലൈവ് ക്ലാസ് ആണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് പോയേക്കാം. അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.